കഴിഞ്ഞ 99 മുതൽ 2024 വരെയുള്ള ഇന്ത്യ രാജ്യത്ത് നടന്ന ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെയുള്ള ആക്രമണങ്ങളുടെ ഒരു ഗ്രാഫ് ഒരുപക്ഷെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഓരോ വർഷം കൂടുന്തോറും ക്രൈസ്തവ സമൂഹത്തിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ അതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരന്തരമായി വളരെ വലിയ രൂപത്തിൽ കൂടിക്കൊണ്ടിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ നോക്കിൻ, 2007-8 കാലഘട്ടത്തിലാണ് നേരത്തെ പറഞ്ഞ അതേ ഒഡീഷയിലെ കാന്തമൽ എന്ന് പറയുന്ന സ്ഥലത്ത് ക്രൈസ്തവ സമൂഹത്തിനെതിരെ ആക്രമണം ഉണ്ടായത്. 2007-8 കാലങ്ങളിൽ 120 ആളുകളാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരെ ഹിന്ദുത്വ വർഗീയവാദികൾ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 120 ആളുകൾ കൊല്ലപ്പെട്ടു. 320 പള്ളികളാണ്, ക്രിസ്ത്യൻ പള്ളികളാണ് കത്തിക്കപ്പെട്ടത്. 6000 ക്രൈസ്തവരുടെ വീടുകളാണ് തകർക്കപ്പെട്ടത്. 60,000 ക്രൈസ്തവ സഹോദരങ്ങളാണ്, ക്രൈസ്തവരാണ്, ക്രിസ്ത്യാനികളാണ് ആ കലാപത്തിൻ്റെ ഭാഗമായി വീട് വിട്ട് ഓടിപ്പാകേണ്ടി വന്നത്. 60,000 ആളുകൾ, 6000 വീടുകൾ തകർക്കപ്പെട്ടു. 320 ക്രിസ്ത്യൻ പള്ളികൾ കത്തിക്കപ്പെട്ടു. 120 മനുഷ്യരെ കൊന്നൊടുക്കി. ഇത് ഒന്നും രണ്ടുമല്ല. ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ല് അതിൻ്റെ ഏറ്റവും പീക്ക് ചർച്ചയിലെത്തി നിൽക്കുന്ന അതേ ദിവസം ഇന്ത്യൻ പാർലമെന്റിൽ ജബൽപൂർ എന്ന് പറയുന്ന മധ്യപ്രദേശിലെ ഒരു പ്രദേശം ചർച്ചയ്ക്ക് വന്നു. എന്താ കാരണം? മലയാളികളായ വൈദികരെ അവിടുത്തെ സംഘപരിവാറിൻ്റെ ആളുകൾ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടത്. ഈ കഴിഞ്ഞ ഈസ്റ്ററിൽ അതും ആ പള്ളികളിൽ കയറി ഈ ആളുകൾ നടത്തുന്ന ആക്രമണങ്ങളുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. ഞാൻ ആ ഭാഗം ദീർഘിപ്പിക്കല്ല. പറയുന്നത് 2024 മാത്രം 834 ആക്രമണങ്ങൾ ക്രൈസ്തവ സമൂഹത്തിനെതിരെ ഉണ്ടായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ സർവേയിൽ 37 പേജുള്ള ഒരു റിപ്പോർട്ടിൽ നമുക്കത് കാണാൻ സാധിക്കും. 2023 734 ആക്രമണങ്ങളാണ് ഇന്ത്യയാകെ ഉണ്ടായത്. 2024 100 ആക്രമണങ്ങൾ കൂടി വർദ്ധിച്ചു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഓരോ വർഷം കൂടുന്തോറും ഇങ്ങനെ കൂടി വരികയാണ്. ഞാൻ പറയുന്നത്, ഇവിടെ ഹിന്ദുത്വ തീവ്രവാദികൾ നേരത്തെ ഒരുക്കി വെച്ചിട്ടുള്ള അവരുടെ ചില അജണ്ടകളുണ്ട്, അത് നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്.